ഇതാണ് ഇതിൻ്റെ ഒരു മിനിയേച്ചർ. Jesus. Left side, Saint Marian. Around you can see buffaloes, angels also. Around window you can see very interesting handmade ornaments. ഈ കുരിശിരിക്കുന്ന ഭാഗത്തൊരു കത്തീഡ്രലിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ടും ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. പക്ഷേ ഏതോ ഒരു ആക്രമണത്തിൽ അത് തകർന്നു പോയി. അതിനുശേഷം അവർ ഇങ്ങോട്ട് പുനർനിർമ്മിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു സെന്നിനോ ക്രോസ് വെച്ചിട്ടുണ്ട്. മുമ്പ് ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ടായിരുന്നു. ആ മൊണാസ്ട്രിയിൽ വൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കുടങ്ങളും കലങ്ങളും ഒക്കെയാണത് അവരിങ്ങനെ സംരക്ഷിച്ച് വെച്ചിരിക്കുക. കുറാ റിവർ സഫാരി കഴിഞ്ഞിട്ട് നമ്മൾ വന്ന ആ വഴി തന്നെ ആ ഒരു ചെറിയ നമ്മുടെ ഹെറിറ്റേജ് വില്ലേജിൻ്റെ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പോകുന്നത് തൊട്ടടുത്ത് തന്നെയാണ് മസ്കത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സെറ്റിസ് കവേലി കത്തീഡ്രലാണ്. അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇടവഴിയിൽ മുഴുവൻ പഴങ്ങളുടെയൊക്കെ നല്ല മണമാണ്. ഫിഗിൻ്റെ ആണെന്ന് തോന്നുന്നു. എന്തായാലും നല്ലൊരു മണമുണ്ട്. നേരത്തെ നമ്മൾ ഫിഗ് ട്രൈ ചെയ്ത് കണ്ടില്ലേ? ഞാൻ ഇത്രയും ടേസ്റ്റുള്ള ഒരു ഫിഗ് ഞാൻ നേരത്തെ കഴിച്ചിട്ടേ ഇല്ല. യു എയിൽ കിട്ടുന്ന ഫിഗിന് വേറൊരു ടേസ്റ്റാണ്. നമുക്ക് അധികവും ഡ്രൈ ഫിഗാണ് അവിടെ കിട്ടുന്നത്. ഫ്രഷ് കിട്ടിയാൽ തന്നെ അതിന് വേറൊരു ടേസ്റ്റാണ്. ഈ ഇവിടെ കിട്ടുന്ന ഒരു ഫിഗിൻ്റെ ടേസ്റ്റ് അല്ല അത്. ഈ വീടിൻ്റെയൊക്കെ പുറത്തോട്ട് കിടക്കുന്നില്ലേ ഫ്രൂട്ട്സ്, അതൊക്കെ ആർക്ക് വേണമെങ്കിലും നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റും. അവരുടെ മതിലിന് പുറത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും കഴിക്കാം. അതിന് എതിർപ്പൊന്നും പറയില്ല. അതായത് അവരോട് ചോദിച്ചിട്ട് എടുക്കേണ്ട കാര്യമില്ല. മതിലിന് പുറത്താണെങ്കിൽ ആർക്ക് വേണമെങ്കിലും പഴുത്തതാണെങ്കിലും എടുത്ത് കഴിക്കാൻ പറ്റും. ഇനി നമുക്ക് സ്കോട്ടിഷ് കവേലി ചർച്ചിൽ പോകാം. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ട്രിനിറ്റി കത്തീഡ്രൽ പണിയുന്നതിന് മുമ്പ് ഇവരുടെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒരു ചർച്ചായിരുന്നു. ഓക്കെ. Before Holy Trinity Church, this was biggest and main church of Georgia. Because all our kings' graves are inside. King Coroner's Baptized also was here. Inside, okay. From 10th century. Okay. This way? Yeah. Okay. This is main entrance. And you can see buffaloes, symbol of power was this is. And it's broken also from the century. ഇതാണ് ഇതിൻ്റെ ഒരു മിനിയേച്ചർ. ഈ ഒരു കത്തീഡ്രലിൻ്റെ മിനിയേച്ചർ. ഇത് കണ്ടോ, ഇതിൽ കാളയുടെ ശില്പങ്ങൾ വെച്ചിട്ടുണ്ട്. അത് പവറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. You can see grapes. Yeah. Also because always was Jesus, our God, up. And angels in every corner has around this church here green stones. Green stone, okay. Some places. Yes. This is very interesting. Early morning when later evening more dark green. When sunlight more light green. ഈ കാണുന്ന പച്ചക്കല്ലുകളില്ലേ, പച്ച മാർബിൾ, ഇത് പകൽ സമയത്ത് ലൈറ്റ് കളറിലും വൈകുന്നേരം ആകുമ്പോൾ ഡാർക്ക് ഗ്രീൻ കളറായിട്ട് മാറുമെന്നാണ് ഗൈഡ് പറഞ്ഞത്. അതായത് നല്ല വെയിലുള്ളപ്പോൾ ലൈറ്റ് ഗ്രീൻ ആയിട്ടും വെയിലില്ലാത്തപ്പോൾ ഡാർക്ക് ഗ്രീൻ ആയിട്ട് മാറും. അങ്ങനെയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മാർബിൾ എന്നാണ് പറഞ്ഞത്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കൊത്തുപണികളൊക്കെ നമുക്ക് ഈ കല്ലുകളിൽ കാണാൻ പറ്റും. ജോർജിയയിലെ മതപരമായിട്ട് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കത്തീഡ്രലാണിത്. നമ്മൾ ഇന്നലെ പോയി കണ്ട സെൻറ്റ് ജോർജ് കത്തീഡ്രലില്ലേ, അത് വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ സന്ദർശകർ വരുന്ന ഏറ്റവും കൂടുതൽ വിശുദ്ധമായിട്ടുള്ള ഒരു കത്തീഡ്രലാണ് ഇത്. ഇതാണ് കത്തീഡ്രലിൻ്റെ എൻട്രൻസ്. സെറ്റിസ് കവേലി കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ ജോർജിയയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ആരാധനാലയമാണ്. ജോർജിയയുടെ ചരിത്രമായിട്ട് വളരെയധികം ചേർന്ന് കിടക്കുന്ന ഒരു നിർമ്മിതിയാണ് ഈ കത്തീഡ്രൽ. മസ്കത്തായിരുന്നു പണ്ട് ജോർജിയയുടെ തലസ്ഥാനം. അതുകൊണ്ട് തന്നെ അന്ന് ഇവിടെയുള്ള ഭരണാധികാരികളും പുരോഹിതന്മാരും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കത്തീഡ്രലാണ്. അവരൊക്കെ മരണപ്പെടുമ്പോൾ ഈ ഒരു കത്തീഡ്രലിലാണ് അടക്കിയിരുന്നത്. അതായത് ജോർജിയയിലെ പ്രധാനപ്പെട്ട പ്രശസ്തരായിട്ടുള്ള ആൾക്കാരെയൊക്കെ അടക്കിയിട്ടുള്ള ഒരു കത്തീഡ്രലാണ് ഈ ഒരു കത്തീഡ്രൽ. അതുപോലെ തന്നെ സെന്റ് നിനോ നട്ടുവളർത്തിയതാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു പൈൻ മരം മുമ്പ് ഈ കത്തീഡ്രലിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് നശിച്ചു പോയി. ദിവ്യശക്തിയുള്ള ഒരു പൈൻ മരമാണെന്ന് വിശ്വാസികൾ തന്നെ കരുതിയിട്ടുണ്ടായിരുന്നു. 11ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു കത്തീഡ്രൽ നിർമ്മിക്കുന്നത്. അതിനുശേഷം പല ആക്രമണങ്ങളും പലപ്പോഴായിട്ട് ഈ കത്തീഡ്രൽ നേരിട്ടിട്ടുണ്ട്. പണ്ട് കാലം മുതൽ ക്രിസ്തീയ മതവിശ്വാസികൾ വിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ കത്തീഡ്രലിനെ കണ്ടുകൊണ്ടിരുന്നത്.
അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിലുണ്ടായിരുന്ന ഒരുപാട് രാജാക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ മരണപ്പെടുമ്പോൾ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. ഈ ജോർജിയൻ സംസ്കാരം അനുസരിച്ചിട്ട് പള്ളികളുടെ ഉള്ളിലാണ് പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ അടക്കുന്നത്. കാരണം പള്ളികളുടെ ഉള്ളിൽ അടക്കിക്കഴിഞ്ഞാൽ അവർക്ക് ദൈവികമായിട്ടുള്ളൊരു സാമീപ്യം ഉണ്ടാവുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ കാണുന്ന ഇവിടെ അടക്കം ചെയ്തിട്ടുള്ള പ്രമുഖരുടെയൊക്കെ കല്ലറകളാണ്. ചരിത്രമായിട്ട് അങ്ങനെ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഒരു കത്തീഡ്രൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഒരു സംരക്ഷിത നിർമ്മിതിയാണ്. ജോർജിയ സന്ദർശിക്കുന്ന ടൂറിസ്റ്റുകളെല്ലാം വന്ന് കാണുന്ന ഒരു കത്തീഡ്രലാണിത്. അതുപോലെ തന്നെ സ്വദേശീയരായിട്ടുള്ള ആൾക്കാർ, ഒരുപാട് വിശ്വാസികളും വരുന്നൊരു സ്ഥലമാണ്. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പലപ്പോഴായിട്ട് വരച്ച ചുവർ ചിത്രങ്ങളാണ്. ഈ ഒരു പില്ലറിനടിയിലാണ് യേശു ക്രിസ്തുവിൻ്റെ മേലങ്കി അടക്കം ചെയ്തിരിക്കുന്നത്. നമ്മൾ പുറത്തിറങ്ങി, കത്തീഡ്രലിൻ്റെ പുറത്താണുള്ളത്. അവിടെ ജുവാരി മൊണാസ്ട്രി അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഈ കത്തീഡ്രലിൻ്റെ 4 വശവും ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കോട്ട മതിൽ പോലെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. It's also Jesus middle. Jesus. Yeah, Jesus. Left side Saint Marian. Around you can see buffaloes, angels also. Around window you can see very interesting handmade ornaments. Up you can see 2 grapes. And here writing old Georgian alphabet, horoscope also. Yes, horoscope also, yes. Look 12. And up you can see 3 windows, cross. And left side. And left side. Yeah. You can see eagle and lion, symbol of power. Yeah. Yeah, because 10th century was not technology. There was nothing, machinery was not there. And very Amazing. ഈ കുരിശിരിക്കുന്ന ഭാഗത്തൊരു കത്തീഡ്രലിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ടും ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. പക്ഷേ ഏതോ ഒരു ആക്രമണത്തിൽ അത് തകർന്നു പോയി. അതിനുശേഷം അവർ ഇങ്ങോട്ട് പുനർനിർമ്മിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു സെന്നിനോ ക്രോസ് വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ സെന്നിനോ ക്രോസിൻ്റെ മുൻഭാഗത്ത് നിന്നുള്ള വ്യൂ. സെന്നിനോ ക്രോസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ജുവാരി മൊണാസ്ട്രിയുടെ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മുന്തിരി വള്ളികളും അതുപോലെ മുന്തിരി ഇലയും ഉപയോഗിച്ചിട്ടാണ് ഈ രീതിയിലുള്ള കുരിശുകളാണ് സെന്നിനോ ഉണ്ടാക്കിയിരുന്നത്. ലോകത്തുനിന്ന് പലയിടത്തും ഈ ഒരു കുരിശ് സെന്നിനോ ക്രോസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കത്തീഡ്രലിൻ്റെ പുറകുവശമൊക്കെ കണ്ടിട്ട് നേരെ ഫ്രണ്ടിലെത്തി. മുമ്പ് ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ടായിരുന്നു. ആ മൊണാസ്ട്രിയിൽ വൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കുടങ്ങളും കലങ്ങളും ഒക്കെയാണത് അവരിങ്ങനെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കത്തീഡ്രലിൻ്റെ ചുറ്റും 4 ചുറ്റും ഒരു ചുറ്റുമതിൽ പോലെ ഒരു കോട്ട പോലെ കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണത്. ഈ പാത്രങ്ങളിലൊക്കെ ഗ്ലാസ് വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്, നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതിൻ്റെ പേര് ഞാനെപ്പോഴും മറന്നു. സ്ക്വത്തിറ്റ്സ്കവേലി അങ്ങനെയാണെന്ന് തോന്നുന്നു. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണെന്ന് അറിയില്ല. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഒരു കത്തീഡ്രലാണ് ഈ സ്ക്വത്തിറ്റ്സ്കവേലി. ഇതൊരു വിശുദ്ധ സ്ഥലമായതുകൊണ്ട് തന്നെ ഈ രാജഭരണകാലം മുതൽ തന്നെ ഒരുപാട് രാജാക്കന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ ശവകുടീരങ്ങൾ ഇതിനകത്തുണ്ട്. സെന്നിനോയുടെ ജന്മദിനം വരുന്നതെന്ന് പറഞ്ഞാൽ ജനുവരി 14-നാണ്. അപ്പോൾ ഇപ്പോഴും ജനുവരി 14-ന് ഒരു വലിയ ആഘോഷങ്ങളാണ് ഇവിടെയൊക്കെ നടത്തുന്നത്. നമ്മൾ ഈ പോയ കത്തീഡ്രലുകളിലെല്ലാം ഈ വലിയ ആഘോഷങ്ങളാണ് നടത്തുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ. നമ്മൾ കത്തീഡ്രലിൻ്റെ പുറത്തിറങ്ങി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.